ഹായ് ഓൾ. പതിവ് പോലെ സൈക്കിളും ഹെൽമെറ്റും എടുത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരാൾ സോപ്പിട്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇവനാണ് നമ്മുടെ കോളേജിൻ്റെ സ്വന്തം ബ്രൂണും. കുറച്ച് ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തിലാണോ എന്നൊരു ഡൗട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ഈ വരവ് ഇവന് ഡോറ് തുറന്നു കൊടുത്ത് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അവനറിയാം ഞാനിപ്പോൾ പുറത്തു പോകും, ഡോറ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പൊക്കാണെന്ന് അവനറിയാം. അതാണ് ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഡോർ ഇങ്ങനെ തുറന്നു കൊടുത്താൽ അവനിങ്ങനെ അങ്ങ് ഇറങ്ങി പോയിക്കോളും. പുറകെ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്കുള്ള റോഡ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയി നമ്മൾ വീണ്ടും കർമ്മ റോഡിലെത്തിയിരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് കർമ്മ റോഡ് വീണ്ടും നമ്മളെത്തിയിരിക്കുകയാണ്. കർമ്മ റോഡിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഇതിൽ പോകുന്ന സമയത്ത് ഇവിടെ ഭാരതപ്പുഴയിൽ കുറേ വള്ളങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ സാധാരണ ഇതിലേ പോകുന്ന സമയത്ത് കാണാറുള്ളതാണ്. ചൂണ്ടയിട്ടും വലയിട്ടുമൊക്കെ അവർ മീൻ പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചേട്ടന്മാർ ഇവിടെ രാവിലെ തന്നെ പണിയിലാണ്. വൈകുന്നേരങ്ങളിലും സെയിം സിറ്റുവേഷൻ ഉണ്ട്. കുറേ പേര് ഈ സൈഡിൽ വന്നിരുന്നിട്ട് മീൻ ചൂണ്ടയിടും. അങ്ങ് ദൂരെയുള്ള സംഭവം ഉണ്ട്. അത് നമ്മുടെ ചമ്മറവട്ടം പാലമാണ്. ആക്ച്വലി അതൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടും അടിയിൽ നമുക്ക് വെള്ളം കെട്ടി നിർത്തി അതിന് മുകളിലേക്ക് കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അത് നിർമ്മിച്ചത്. 2012 ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫങ്ഷനിങ് വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറേ ഷട്ടറിന്നൊക്കെ ലീക്കുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈനിലുള്ള പ്രശ്നങ്ങൾ, ആ കാരണങ്ങളൊക്കെ കൊണ്ട് അതിൻ്റെ ഷട്ടേഴ്സൊന്നും റെഗുലേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ചമ്മറവട്ടം പാലം, റെഗുലേറ്റർ കം ബ്രിഡ്ജ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് അത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. ബൈ.